വിനോദസഞ്ചാരികളെ ആകർഷിച്ച് പീച്ചിയിലെ കുട്ടവഞ്ചി സവാരി. വനം നടത്തവും ഡാമിലൂടെയുള്ള സവാരിയും സഞ്ചാരികൾക്ക് അവിസ്മരണീയ അനുഭവമാണ് സമ്മാനിക്കുന്നത്. ആകാശത്തിന് താഴെ വെള്ളപ്പരപ്പിൽ ഇളം കാറ്റിന്റെ കുളിർമയിൽ എല്ലാം മറന്ന് പ്രകൃതിയെ അറിഞ്ഞ് അവ ആസ്വദിച്ച് ഒരു ഉല്ലാസയാത്ര. അതാണ് പീച്ചി ഡാമിൽ പുതിയതായി ആരംഭിച്ച കുട്ടവഞ്ചി സവാരി. പച്ചപ്പരവതാനി വിരിച്ച പ്രകൃതിയുടെ മടിത്തട്ടിലെ ഓളപ്പരപ്പിൽ അല്പനേരം ഒഴുകി നടക്കാം. പ്രകൃതിയെ തൊട്ടറിഞ്ഞ് ദൂരെ നിന്ന് മാത്രം കണ്ടാസ്വദിച്ച ഡാമിനുള്ളിലൂടെ യാത്ര ചെയ്യാം. വനം വകുപ്പിന് കീഴിൽ പീച്ചി വനവികസന ഏജൻസിയുടെ നേതൃത്വത്തിലാണ് കുട്ടവഞ്ചി സവാരി ആരംഭിച്ചത്. വിനോദസഞ്ചാരത്തിലൂടെ പീച്ചിയുടെയും പരിസര പ്രദേശങ്ങളുടെയും അനന്തമായ വികസന സാധ്യതകളെ കൂടി തൊട്ടുണർത്തുന്നതാണ് കുട്ടവഞ്ചി സവാരി. വെള്ളവുമായി തൊടാൻ പറ്റുന്ന ഒരു അവസരം വേണം. അത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ മനോഹരമായിട്ടുള്ള കുട്ടവഞ്ചി സവാരി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാൽ അതോടൊപ്പം തന്നെ സോളാർ ബോട്ട്, വെള്ളത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള മാലിന്യം ഇല്ലാതിരിക്കാൻ ഒരു ബോട്ടിംഗ് സൗകര്യം, ഒരു അനുഭവം കൂടി ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ട്രക്കിംഗ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാടിൻ്റെ സൗന്ദര്യം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാട് കാണാൻ നല്ല അവസരമാണ് ഇവിടെ വനം വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, പീച്ചിയിലൂടെ കടന്നു പോകുന്ന പുത്തൂരിൽ നിന്ന് ആരംഭിച്ച് ഒരപ്പംകെട്ട് വരെ നീണ്ടു നിൽക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് കോറിഡോറിൻ്റെ ഭാഗം കൂടിയായിരിക്കും പീച്ചിയിലെ ഈ മനോഹാരിത. ഒരുപാട് പേർ എത്തിച്ചേരും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പീച്ചി വനത്തിൽ ശീതൾ ഭാഗത്തു നിന്നും ആരംഭിച്ച് വള്ളിക്കയം വരെ വനയാത്രയും തുടർന്ന് വള്ളിക്കയത്ത് കുട്ടവഞ്ചി സവാരിയുമാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരേ സമയം 4 പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന കുട്ടവഞ്ചി യാത്രയുടെ നിരക്ക് 400 രൂപയാണ്. 20 മിനിറ്റ് ആയിരിക്കും യാത്രയുടെ ദൈർഘ്യം. നിലവിൽ 4 കുട്ടവഞ്ചികളാണ് ഇവിടെയുള്ളത്. ലൈഫ് ജാക്കറ്റോട് കൂടിയ സുരക്ഷിത യാത്രയിൽ പ്രത്യേക പരിശീലനം നേടിയ വിദഗ്ധരായ തുഴച്ചിലുകാരാണ് കുട്ടവഞ്ചി നിയന്ത്രിക്കുന്നത്. പരിശീലനം എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കിലോമീറ്റർ 40 മിനിറ്റാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ 15 ദിവസം ചിമ്മിണിയിൽ നിന്ന് ട്രെയിനിങ് ഉണ്ടായിരുന്നു. 4 പേരെ നിർത്തി ഡ്രൈവർ അടക്കം കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാറ്റുണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ പോകണം. യാത്രക്കാർ ഇപ്പോൾ ശനി ഞായറൊക്കെ നല്ല ആളായിരുന്നു. ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. കുട്ടവഞ്ചി ടൂറിസത്തോടെ പീച്ചിയിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പീച്ചി മാറുകയാണ്. പീച്ചിയുടെ മുഖച്ഛായ മാറുകയാണ്. വിനോദസഞ്ചാര മേഖലയുടെ അല്ലെങ്കിൽ വികസനത്തിൻ്റെ പരമാവധി സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കുട്ടവഞ്ചി സവാരി ആരംഭിച്ചിരിക്കുന്നത്. ഇത് ജില്ലയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. പീച്ചിയിലെ കുട്ടവഞ്ചിയിൽ നിന്നും ക്യാമറമാൻമാരായ ആഷിഖ് വേലൂരിനും പ്രവീണിനുമൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.